Theme 3 Kingship, Caste and Class, Early Societies 600 BCE to 600 CE. ബന്ധുത്വം, ജാതി, വർഗം. ആദ്യകാല സമൂഹങ്ങൾ 600 BCEകൾക്കും 600 CEകൾക്കും ഇടയിൽ. This theme deals with the social conditions of India during the period in between 600 BCE and 600 CE. 600 BCEകൾക്കും 600 CEകൾക്കും ഇടയിലെ ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ പ്രതിപാദിക്കുന്നു. Historians used textual traditions as a source to understand the social conditions. Textual traditions included books and inscriptions. Textual traditions are used because text lay down the norms of social behavior as well as the social situations and practices were described. ചരിത്രകാരന്മാർ എഴുത്തു പാരമ്പര്യങ്ങളെയാണ് സാമൂഹ്യ അവസ്ഥ മനസ്സിലാക്കുന്നതിനായി ഉറവിടമായി സ്വീകരിക്കാറ്. എഴുത്തു പാരമ്പര്യങ്ങൾ എന്നാൽ ഗ്രന്ഥങ്ങളും കൊത്തുലിഖിതങ്ങളുമാണ്. എഴുത്തുലിഖിതങ്ങളെ എഴുത്തു പാരമ്പര്യങ്ങളെ ഉപയോഗിക്കാനുള്ള കാരണം അവ സാമൂഹിക പെരുമാറ്റങ്ങളെക്കുറിച്ചും സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും സമ്പ്രദായങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. Here, Mahabharata is one of such a great textual source. ഇവിടെ മഹാഭാരതം അത്തരത്തിലുള്ള ഒരു വലിയ ഉറവിടമാണ്. For this chapter, the historians used the epic Mahabharata as an important source. ഇവിടെ മഹാഭാരതം എന്ന പുസ്തകത്തെ ഇതിഹാസത്തെ ചരിത്രകാരന്മാർ ഉറവിടമായി സ്വീകരിക്കുന്നു. So, answer to the portion is, what was the source used by historians to understand the social conditions? Textual traditions are the sources. Then for this chapter, which was the textual tradition the historians used? Mahabharata, the epic. That was the answer. ഏത് ഉറവിടത്തെയാണ് സാമൂഹ്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സാധാരണയായി ചരിത്രകാരന്മാർ ഉപയോഗിക്കാറ്? എഴുത്തു പാരമ്പര്യങ്ങളെയാണ്. എന്തുകൊണ്ടാണ് എഴുത്തു പാരമ്പര്യങ്ങളെ ഉപയോഗിക്കുന്നത്? കാരണം അവ സാമൂഹ്യ പെരുമാറ്റങ്ങളെയും സാമൂഹ്യ സാഹചര്യങ്ങളെയും സമ്പ്രദായങ്ങളെയും വിശദീകരിക്കാറുണ്ട്. ഇന്ത്യയുടെ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ ഉപയോഗിച്ച ഉറവിടം മഹാഭാരതം എന്ന ഇതിഹാസം. Then what is Mahabharata? Mahabharata is a colossal epic of 1,00,000 verses. 1,00,000 വരികളുള്ള ബൃഹത്തായ ഗ്രന്ഥമാണ് മഹാഭാരതം. Mahabharata is composed over a period of about 1,000 years. ഏകദേശം 1000 വർഷങ്ങൾ കൊണ്ടാണ് മഹാഭാരതത്തിന്റെ രചന പൂർത്തിയാക്കിയത്. Mahabharata depicts a wide range of social categories and situations. വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെക്കുറിച്ചും സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചും മഹാഭാരതം വിവരിക്കുന്നു. The central story of Mahabharata is about two sets of warring cousins, the Kauravas and Pandavas, for land and authority. ഭൂമിക്കും അധികാരത്തിനും വേണ്ടി സഹോദരപുത്രന്മാരായ കൗരവന്മാരും പാണ്ഡവന്മാരും നടത്തുന്ന യുദ്ധമാണ് മഹാഭാരതത്തിന്റെ കേന്ദ്ര കഥ. നെക്സ്റ്റ്, the critical edition of Mahabharata. The critical edition of Mahabharata was prepared by a team of scholars under the leadership of the Indian scholar and Sanskritist V.S. സുക്താങ്കർ in 1990. 1919 V.S. സുക്താങ്കറുടെ കീഴിലുള്ള ഇന്ത്യൻ പണ്ഡിതന്മാരാണ് മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ് പുറത്തിറക്കിയത്. Then, what are the important steps they depended upon issuing such a critical edition? ഇത്തരത്തിലുള്ള ഒരു വിമർശനാത്മക പതിപ്പ് പുറത്തിറക്കാൻ
എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പണ്ഡിതന്മാർ ചെയ്തത്? The first step, they collected the Sanskrit manuscripts of the text or Mahabharata written in a variety of script from different parts of the country. ഒന്നാമതായി സംസ്കൃത ഭാഷയിലുള്ള മഹാഭാരതത്തിൻ്റെ കൈയെഴുത്ത് പ്രതികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചു. Secondly, they compared the verses from each manuscript. രണ്ടാമതായി കൈയെഴുത്ത് പ്രതികളിലെ ശ്ലോകങ്ങളെ താരതമ്യം ചെയ്തു. Thirdly, they selected the verses appeared common in most versions. മൂന്നാമതായി മിക്ക പതിപ്പുകളിലും പൊതുവായി കണ്ട ശ്ലോകങ്ങളെ അവർ തിരഞ്ഞെടുത്തു. Lastly, they published this critical edition of Mahabharata in 13,000 pages and in several volumes in 1919 after the hard work of almost 47 years. അവസാനമായി 47 വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഒടുവിൽ മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് 1919 പുറത്തിറക്കി. നിരവധി വാല്യങ്ങളായി 13,000 പേജുകളുള്ള മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് അങ്ങനെ പ്രസിദ്ധീകരിച്ചു. The common elements in all the manuscripts are made as the main text. എല്ലാ കൈയെഴുത്ത് പ്രതികളിലുമുള്ള പൊതുവായി കണ്ട ശ്ലോകങ്ങളെ പ്രധാന പുസ്തകമായി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തി. Enormous regional variations were documented in footnotes and appendices. പ്രാദേശികമായി കണ്ടെത്തിയ വ്യത്യാസങ്ങളെ അനുബന്ധമായും അടിക്കുറിപ്പായും ചേർത്തു. നെക്സ്റ്റ്, കിൻഷിപ്പ് ആൻഡ് മാരേജ്, ബന്ധുത്വവും വിവാഹവും. മെനി റൂൾസ് ആൻഡ് വേരിഡ് പ്രാക്ടീസസ്, നിരവധി നിയമങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും. ഫൈൻഡിങ് ഔട്ട് എബൌട്ട് ഫാമിലീസ്, അക്കാലത്തെ കുടുംബങ്ങൾ. ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദി സൊസൈറ്റി. കുടുംബമായിരുന്നു സമൂഹത്തിൻ്റെ അടിത്തറ. ഓൾ ഫാമിലീസ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ, കുടുംബങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു. ഫാമിലീസ് വേരി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, their relationship with one another and the kind of activities they share. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ, ബന്ധത്തിൽ, അവരേർപ്പെട്ടിരുന്ന പ്രവൃത്തിയിലൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. But the same family members share food and resources and live, work and perform rituals together. ഒരേ കുടുംബത്തിലുള്ളവർ ഭക്ഷണവും മറ്റു വിഭവങ്ങളും പങ്കിട്ടിരുന്നു, ആചാരങ്ങൾ ഒരുമിച്ച് അനുഷ്ഠിച്ചിരുന്നു. ഫാമിലീസ് വെയർ യൂണിറ്റ്സ് ഓഫ് കിൻഫോക്ക്, കുടുംബം എന്നാൽ ബന്ധുജന കൂട്ടമായിരുന്നു. ദ ഐഡിയൽ ഓഫ് പാട്രിലിനി, പിതൃദായക ക്രമം. പാട്രിലിനി മീൻസ് descent from father to son, grandson and so on. പിതൃദായക ക്രമം എന്നാൽ അധികാരം അച്ഛനിൽ നിന്ന് മകനിലേക്കും മകൻ്റെ മകനിലേക്കും അങ്ങനെ പുരുഷ അച്ഛന്മാരുടെ താഴ്വഴിയായി പോകുന്നതിനെയാണ് പിതൃദായക ക്രമം എന്ന് പറയുന്നത്. അമ്മയിൽ നിന്ന് മകളിലേക്കും അവിടെ നിന്ന് കൊച്ചുമോളിലേക്കും അധികാരം കൈമാറുന്ന രീതി, അതാണ് മാട്രിലിനിയൽ സിസ്റ്റം. ഡിസെൻറ്റ് ത്രൂ ദ മദർ. പാട്രിലിനി ഈസ് ഡിസെൻറ്റ് ത്രൂ ദ ഫാദർ. പാട്രിലിനി ആൻഡ് മാട്രിലിനി സിസ്റ്റം, യു റിമെമ്പർ ഇറ്റ് ഫോർ വൺ വേർഡ് ക്വസ്റ്റ്യൻ. പാട്രിലിനി ഡിസെൻറ്റ് ത്രൂ ഫാദർ, മാട്രിലിനി ഡിസെൻറ്റ് ത്രൂ ദ മദർ. ആൻഡ് ദ ഐഡിയൽ ഓഫ് പാട്രിലിനി. പാട്രിലിനി system existed in India before Mahabharata.
പിതൃദായക ക്രമമാണ് മഹാഭാരതത്തിന് മുന്നേയുള്ള കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ആഫ്റ്റർ ദ കുരുക്ഷേത്ര ബാറ്റിൽ ദ പാണ്ഡവാസ് came victorious and the eldest son of Pandavas, that is Yudhishthira, came to power. This reaffirmed the patrilineal system of inheritance. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ വിജയിക്കുകയും പാണ്ഡവരിൽ മൂത്തപുത്രനായ യുധിഷ്ഠിരൻ അധികാരത്തിൽ വരികയും ചെയ്തതോടുകൂടി പിതൃദായക ക്രമം ഇന്ത്യൻ സമൂഹത്തിൽ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കപ്പെട്ടതായി കാണാൻ പറ്റും. മോസ്റ്റ് റൂളിംഗ് ഡൈനാസ്റ്റീസ് ഫ്രം 6th century BCE onwards followed patrilineal system. മിക്കവാറുമുള്ള രാജവംശങ്ങളെല്ലാം 6ാം നൂറ്റാണ്ട് BCE മുതൽ പിതൃദായക ക്രമം പിന്തുടർന്നതായി പറയപ്പെടുന്നു. എന്നാൽ അതിന് ഒഴിവുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ലാതെയും പുത്രന്മാരില്ലാത്തപ്പോൾ സഹോദരന്മാരോ ബന്ധുക്കളായിട്ടുള്ളവരോ അധികാരത്തിൽ വരികയോ അപൂർവമായെങ്കിലും സ്ത്രീകൾ അധികാരം ഏറ്റെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. പ്രഭാവതി ഗുപ്ത ഉദാഹരണം. Exceptions are there. In the absence of a son, sometimes brothers or relatives ascended the throne, and very rarely women also came to power. For example, Prabhavati Gupta. So that point is not compulsory, but anyway, you remember it. Rules of marriage. Because patrilineal system was the വിവാഹ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. Patrilineal was the existing system, so the birth of a son was given importance. പിതൃദായക ക്രമം സമൂഹത്തിൽ നിലനിന്നിരുന്നുകൊണ്ട് പുത്രന്റെ ജനനത്തെ പ്രാധാന്യത്തോടെ കണ്ടിരുന്നു. Daughters were considered differently. പുത്രിമാരെ വ്യത്യസ്തമായ രീതിയിലാണ് കരുതി പോന്നിരുന്നത്. Kanyadana was considered as the most important duty of the father. That is, marriage of a daughter at the right time to the right person. Exogamy was the usual practice. പുത്രിമാരെ വ്യത്യസ്തമായ രീതിയിലാണ് കരുതി പോന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ പിതാക്കന്മാരുടെ ഏറ്റവും പ്രധാനമായ കടമ കന്യാദാനമാണെന്നായിരുന്നു വിശ്വസിച്ചു പോന്നിരുന്നത്. ശരിയായ സമയത്ത് ശരിയായ പുരുഷനെ കൊണ്ട് പുത്രിയെ യഥാസമയം വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ഒരു പിതാവിൻ്റെ ഏറ്റവും വലിയ കടമ. എക്സോഗമി അല്ലെ ഗോത്രത്തിന് വെളിയിലുള്ളവരെ കൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചു പോന്നിരുന്നത്. So let me stop here. We can meet in the next video. Thank you.